വയല കഴിഞ്ഞപ്പോ അവിടത്തെ പരിസരത്തുള്ള വലിയൊരു കോൺട്രാക്ടർ, ഒരു പണക്കാരനാണ് അദ്ദേഹം, എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ വലിയ സമ്പന്നനാണ്. ഉസ്താദ് അവസാനം പറഞ്ഞത് സത്യമാണ്, ഞാനത് അനുഭവിക്കുകയാണ്. ഉസ്താദേ അത് മനസ്സിലാകാൻ 60 വയസ്സാകേണ്ടി വന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് പറയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ എന്റെ ജീവിതത്തില് ഒരുപാട് പൈസന്റെ പിന്നാലെ ഓടിയവനാണ്. പണ്ട് ഞാനൊരു അധ്യാപന വൃത്തി ചെയ്തിട്ടുണ്ട്, പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ കോൺട്രാക്ട് ബിസിനസ്സിലേക്ക് പരിപാടി ചെയ്തതാണ്. അല്ലാഹു എനിക്ക് ദുനിയാവ് തന്നു, പക്ഷേ ജീവിതത്തിൽ എൻ്റെ ഭാര്യന്റെ വില മനസ്സിലാകുന്നത് ഞാൻ 60 വയസ്സായപ്പോഴാണ്. ഉസ്താദേ എനിക്ക് 3 പെമ്മക്കളാണ്. 2 പെമ്മക്കളെ MBBS പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മോള് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഉസ്താദേ ഞാൻ പണം ചെലവാക്കിയാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്ത സ്നേഹമോ പ്രാധാന്യമോ എൻ്റെ ഭാര്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്വർണ്ണാഭരണത്തിന്റെ പേര് പറഞ്ഞ് കരയിപ്പിച്ചതാണ്, നിറത്തിന്റെ പേര് പറഞ്ഞ് വേദനിപ്പിച്ചതാണ്. അവൾ ഇച്ചിരി തടി കൂടിയവനായിരുന്നു. തടിച്ചി പെണ്ണേന്ന് പറഞ്ഞതിന് കയ്യും കണക്കോ ഇല്ല. നിറം കറുപ്പായതിന്റെ പേരില് കരയിച്ചതിന് കണക്കില്ല ഉസ്താദ്. അവളെ വാപ്പ പാവപ്പെട്ടവനാണ്, ആഭരണമില്ലാന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ അവളെ വേദനിപ്പിച്ച കാലമുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടെ നിന്നത് എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായത് എനിക്ക് 60 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ആ മനുഷ്യൻ പറഞ്ഞു, 60ാമത്തെ വയസ്സില് ഒരു ആക്സിഡന്റ് പറ്റുകയാണ്, 2 കാലും മുറിഞ്ഞു പോവുകയാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ടതാ ഉസ്താദ്. അന്ന് വീൽ ചെയറിലായതാണ്. ഭാഗ്യത്തിന് നട്ടെല്ലൊടിഞ്ഞില്ല, കാലിന്റെ എല്ല് ഓട്ടിപ്പോയത് കൊണ്ട് നടുവൊന്നും തളർന്നില്ല. അത്ഭുതത്തോടെ ഞാൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. 3.5 കൊല്ലം ഞാൻ വീൽ ചെയറിലാണ്. എന്റെ വിദേശത്ത് ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്ന മക്കളുണ്ട്, സുഖലോലുപതയിലാണ്, അവർക്കും കുടുംബമായി ജീവിതമായി. എന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിച്ച മോള്, അവരും നല്ല ഭർത്താവിന്റെ കൂടെ നല്ല ജീവിതമാണ്. എന്റെ വീൽ ചെയറില് എനിക്ക് 2 or 3 വട്ടം അവർ കാണാമെന്നു. വിദേശത്തുള്ള എന്റെ 2 മക്കളും 2 പ്രാവശ്യം കാണാമെന്നു. എന്റെ വിശേഷം നിരക്കി തിരിച്ചുപോയി. ആരാണ് എന്റെ വീൽ ചെയറിന്റെ കൈ പിടിക്കാൻ? പ്രഭാതത്തില് 4 ചുവരുകൾക്കുള്ളില് 3 മാസം 4 മാസത്തിനടുപ്പിച്ച് പരിക്ക് വ്യാപകമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോ 4 ചുമരിന്റെ ഉള്ളിലാണ് കോൺട്രാക്ടറും ആളുകളുമായി നടന്ന ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു. ആരേ ഒരാൾ എന്നെ കൂടെ നിൽക്കാൻ, ഒരേ ഒരാൾ. എന്റെ മക്കള് പോലും 2 പ്രാവശ്യം വന്നുപോയി. CA പഠിച്ചവള് കേരളത്തിലായതുകൊണ്ട് 3-4 പ്രാവശ്യം അവള് വന്നുപോയി. ഒരേ ഒരാൾ ഞാൻ കറുത്തവണെന്ന് പറഞ്ഞു മാറ്റിവെച്ച, സുബ്ഹാനല്ലാഹ്, സ്വർണത്തിന്റെ പേര് പറഞ്ഞ് കരയിപ്പിച്ച എന്റെ ഇണ മാത്രമേ കൂടെയുള്ളൂ. മരുന്ന് എടുത്തു തരാൻ, ചേർത്തു പിടിക്കാൻ, എന്റെ വീൽ ചെയർ പിടിച്ച് വാഷ്റൂമിൽ പോകാൻ. പടച്ചവനെ, ഞാനന്ന് കരയാത്തതില്ല. ഒരു മനുഷ്യൻ എന്നോട് പൊട്ടിക്കരഞ്ഞു പറയുകയാണ്, ഉസ്താദേ ഇന്ന് 69 വയസ്സായി, 3.5 കൊല്ലക്കാലം വീൽ ചെയറിലാ. അതിനുശേഷമാണ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്. ഈ 9 കൊല്ലം ഞാൻ എൻ്റെ ഭാര്യക്ക് പകരം തിരിച്ചു കൊടുക്കുകയാണ്. അന്ന് തിരിച്ചു കൊടുക്കാത്ത ജീവിതം ഇന്ന് ഞാൻ അവൾക്ക് കൊടുക്കുകയാണ്. വീൽ ചെയറിന്ന് രക്ഷപ്പെട്ടപ്പോ, എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഹജ്ജിന് വേണ്ടി അപ്ലൈ ചെയ്തു. ആദ്യം തന്നെ പ്രൈവറ്റിലാണ്. മക്കയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിലയുള്ള, ലക്ഷങ്ങൾ വിലയുള്ള റൂമാ ഞാൻ ബുക്ക് ചെയ്തത്. ഇനി എൻ്റെ ഭാര്യക്ക് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹജ്ജ് ചെയ്തു. ഈയിടെ ഉംറക്ക് പോയി. ഒരുപാട് നല്ല ജീവിതം കൊടുക്കുകയാണ്. പക്ഷേ വൈകിപ്പോയി ഉസ്താദേ,
ഒരാണെന്ന നിലക്കുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. പല കാര്യത്തിന്റെ പേരിലും ഞാൻ എൻ്റെ ഭാര്യനെ വേദനിപ്പിച്ചതാണ്. പക്ഷേ ഇന്ന് വൈകിപ്പോൾ 69 ഉസ്താദേ, നിങ്ങളാ പറഞ്ഞത് സത്യമാണ്. ചിലർക്ക് നേരത്തെ മനസ്സിലാകും, എനിക്ക് മനസ്സിലായത് 60ാമത്തെ വയസ്സിലാണ്. അത് തീർച്ചയായിട്ടും അള്ളാഹ് മനസ്സിലാക്കി തരും. ഒന്ന് ആക്സിഡന്റ് ആയാൽ നാട്ടുകാർ 4 ദിവസം കാണാൻ വരും. നമ്മുടെ മക്കളൊക്കെ ഒരുത്തന് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഓളായി ഓളെ പോലെ ഒരേ ലൈഫായി 24 മണിക്കൂർ നമ്മുടെ റൂമിൽ ഒന്നും കുത്തിരിക്കൂല. നമ്മുടെ ആൺമക്കൾ വീടുണ്ടാക്കി കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട്. വാപ്പാ 70ാമത്തെ വയസ്സിൽ നിങ്ങൾക്കൊന്ന് മരുന്ന് തരാൻ, നിങ്ങൾക്കൊരു ചുടുചായ തരാൻ, നിങ്ങളുടെ കൂടെ ചൂടുള്ള കഥ പറയാൻ, പഴയകാല ഓർമ്മകളുടെ മനോഹാരിത പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ, കറുത്തോള് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അങ്ങോട്ട് തിരിഞ്ഞു ഉറങ്ങിയപ്പോ ഇപ്പുറത്തേക്ക് മാറിക്കടന്നു വാട്സാപ്പിലുള്ള ഇൻസ്റ്റയിലുള്ള പെണ്ണിനോടും ചാറ്റ് ചെയ്യാൻ ഒരു പെണ്ണും വരൂല. തടിച്ച് പെണ്ണ് എന്ന് പറഞ്ഞ് വയറ് പൊറാട്ടമാവ് പോലെ എന്ന് പറഞ്ഞ് വേദനിപ്പിച്ച ഭാര്യയെ കൂടെ ഉണ്ടാകുകയുള്ളൂ. നിന്റെ വയറ് കാണാൻ പൊറാട്ടമാവ് പോലെയെന്ന് അല്ലേ? ഇത് മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് വേണ്ടി 4 മക്കളെ പ്രസവിച്ചപ്പോഴാണ് ഓളെ വയറ് ചാടിയത്. എല്ലായ്പ്പോഴും മനോഹരമായ ആലിൻ്റെ ഇല പോലെ ഇങ്ങനെ വടിവൊത്ത ശരീരമൊന്നും ലോകത്തൊരൊറ്റ ഒരുത്തിക്കുണ്ടാവില്ല. അത് തിരിച്ചറിയാനുള്ള ഒരു അന്തം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഉണ്ടാകണം. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി ഓളെ വയറ് ചാടിപ്പോയി. 4 മക്കൾ പാഞ്ഞു കളിക്കുന്നുണ്ട്. ഈറ്റള വില്ലേജ് ഓഫീസിൽ പോയി എഴുതി ഒപ്പിട്ടെടുത്ത് എനിക്ക് ഒരു ആൺകുട്ടിനെയും 3 പെൺകുട്ടികൾ എന്താ അല്ലേ വേണ്ട, പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടി എന്താന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ ഓഫീസിൽ പോയി എഴുതി ഒപ്പിട്ടെടുത്ത് അൽമറയെന്ന് മാന്തി എടുത്ത് തന്നതല്ല മക്കളെ. നമ്മുടെ കുട്ടികൾ 10 മാസം വയറ്റ് കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണ്. കാലാകാലം ആദ്യത്തെ 10 ദിവസം കിട്ടിയ പോലെയുള്ള ആനന്ദവും വടിവത്ത ജീവിതമൊന്നും ലോകത്തൊരാൾക്കും കിട്ടിയിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബുദ്ധിയാണ് ഉണ്ടാവേണ്ടത്. ഓളെ വയറ് ചാടിയതും അവിടെ കീറിയ പാടും അവിടെ ഇങ്ങനെ ഒരു ഞെരുങ്ങിയ പാടും ഈ 4 മക്കൾ വയറ്റ് കൊണ്ടുനടന്നിട്ടാണ്. 3 എണ്ണത്തിന് വയറ്റ് കൊണ്ടുനടന്ന്, അല്ലാതെ ഒരു സഞ്ചി തൂക്കി കൊണ്ടുനടന്നല്ല, പിള്ളേരെ വയറ്റ് കൊണ്ടുനടന്നതാണ്. അതുകൊണ്ടാണ് വയറ് ചാടിയത്, ശരീരം അതിൻ്റെ ഷേപ്പ് ഔട്ടായത്, മുഖം ചുക്കിച്ചുളിഞ്ഞു പോയത്, ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യം. സുഖപ്രസവം എന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയ ഇന്റർനാഷണൽ ചതിയാണ് ആ വാക്ക് തന്നെ. ഉസ്താദെ ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവമായിരുന്നു. ഒരു സുഖമില്ലാത്ത അട്ടഹാസമായിരുന്നു. ഒരു സുഖമില്ലാത്ത പരിപാടിക്കാണ് സുഖപ്രസവം. ദുനിയാവിൻ്റെ അകത്ത് ഇങ്ങനെ നീ പറഞ്ഞ് അവഹേളിക്കരുത്. ഓള് പ്രസവിച്ചു, നോർമൽ ഡെലിവറി, ഹലാസ്, കുത്തിക്കീറി സിസേറിയൻ ചെയ്യേണ്ടി വന്നില്ല. ഓള് പ്രസവിച്ചു, കഷ്ടപ്പെട്ടിട്ടാണ് പ്രസവിച്ചത്. ഒരു സുഖമില്ലാത്ത പണിയാ സുഖപ്രസവം എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. അതൊന്നും പറയാൻ പാടില്ല. സുഖപ്രസവം എന്ന് പറഞ്ഞ് കളിയാക്കണ്ട. ഒരു സുഖമില്ല, കഷ്ടപ്പാടിൻ്റെ അങ്ങേ തലയാണ്. ഒരു പെൽവിക് എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡെലിവറിയുടെ സമയത്ത് കുട്ടി പുറത്തേക്ക് വന്നില്ലെങ്കിൽ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കീറുന്ന, പച്ചക്ക് കീറുന്ന സംഭവമുണ്ട്. ഇതൊക്കെ അവർ അനുഭവിക്കാൻ. ഇതൊക്കെ ഒന്ന് തിരിച്ചറിവൊന്നും അറിഞ്ഞുവിടാണ്ട് നിൽക്കരുത്. ഇതെല്ലാം അവനവൻ്റെ ഭാര്യ, നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ചു കഴിഞ്ഞു. ആ പ്രണയവും സ്നേഹവും ഇഷ്ടമൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അള്ളാഹിൻ്റെ പരലോകത്തും വിജയിക്കുമെന്നൊന്നും കരുതണ്ട. നിസ്കാരത്താൻ കൊണ്ട് മാത്രം ഞാൻ ആദ്യം ആവർത്തിച്ച് പറയാണ്, പരലോകത്ത് രക്ഷപ്പെടും. ഇതൊക്കെ ബാധ്യതയാണ്. ഇങ്ങനെയാണ് മഹാന്മാരൊക്കെ അവിടുത്തെ ഇണകളോട് പെരുമാറിയത്. അങ്ങനെ തന്നെയാണ് വളരെ മനോഹരമായിട്ടും രസകരമായിട്ടും. ഞാൻ നിർത്താൻ പോവാണ്. വളരെ സുന്ദരമായ പെരുമാറ്റം. അല്ലെങ്കിൽ ദുനിയാവിൻ്റെ അകത്ത് നമ്മൾ കരയേണ്ടി വരും. വളരെ സങ്കടത്തോടെ ഞാൻ പറയാം, വയനാട് ജില്ലയിൽ ഒരു മനുഷ്യൻ 8 ലക്ഷം രൂപ കടത്തിലാന്ന് എൻ്റെ പള്ളിക്ക് പിരിക്കാൻ വന്നതാണ്. അയാൾ പൊട്ടിക്കരഞ്ഞ് അയാളെ ജീവിത കഥ പറഞ്ഞു. ഉസ്താദെ, ഭാര്യൻ്റെ വില മനസ്സിലായത് എനിക്ക് 2 ഇരട്ടക്കുട്ടികളാണ്, പിന്നെ 5-8 കൊല്ലത്തിന് ശേഷം ഒരു ആൺകുട്ടിയെ തന്ന് പ്രസവത്തോടുള്ള മരിച്ചു പോയപ്പോഴാണ് അവളെ വില മനസ്സിലായത്. 7 പവൻ ആഭരണം പറഞ്ഞ് സ്ത്രീധനം പറഞ്ഞതിൻ്റെ അത്രയും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഇറക്കി വിട്ടിട്ടുണ്ട്. വയനാട്ടുകാരാണ്, കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന സിസ്റ്ററാണ് ഇവിടെയൊക്കെ, കോഴിക്കോട് മലപ്പുറത്തൊക്കെ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിട്ടിട്ടുണ്ട് പലതവണ. ഒരു മനുഷ്യൻ പറയാൻ 7 പവൻ സ്വർണ്ണല്ല, ഇന്ന് 8 ലക്ഷം കടത്തിലാന്ന് പറഞ്ഞിട്ട് പിരിക്കാൻ നടക്കുന്നത് 2 ഇരട്ട പെൺകുട്ടികളെ കെട്ടിച്ച കടാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദ് എൻ്റെ എൻ്റെ മക്കൾക്ക് കല്യാണ സമയത്ത് കാതിലത്തെ കമ്മൽ മേടിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, 7 പവൻ ആഭരണമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യനെ കരയിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. മോള് വലുതായപ്പോ ഓളെ കെട്ടിക്കുന്ന നേരത്ത് ഒരു കമ്മൽ കൊടുക്കാനുള്ള ശേഷിയില്ല. ഏക്കർ കണക്കിന് ഭൂമി വിറ്റുപോയി. കോവിഡ് സമയത്ത് ബിസിനസ് പൊട്ടിപ്പോയി, എല്ലാ സ്വത്തും പോയി. ഇന്ന് സീറോയാണ്. ഒരു മനുഷ്യൻ പിരിവിന് വന്ന് വേദന പറഞ്ഞതാണ്. വാപ്പമാരെ അള്ളാഹു തിരിച്ചടിക്കൂലാന്ന് കരുതണ്ട, അള്ളാഹു പകരം വീട്ടൂലാന്ന് കരുതണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ലൽക്ക് പെരുമാറുക.